എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ? ഇന്ന് നമ്മൾ വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കലുണ്ടാവില്ല എന്ന് എനിക്ക് രാവിലെ തന്നെ തോന്നിയിട്ടാ. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് എന്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആക്കാന്ന് വിചാരിച്ചുട്ടാ. ഏട്ടന് നീരുവീഴ്ചയും പനിയൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്കൊക്കെ മൊത്തത്തിൽ വയ്യാണ്ടിരിക്കുക. പിന്നെ നമുക്ക് വലിയ വയ്യായി ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് എന്തായാലും ഇതുപോലെ ഓടി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു. അപ്പോഴേ ഇന്ന് രാവിലെ തന്നെ കുക്കിംഗ് ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞു. നമ്മള് രാവിലത്തെ ഓട്ടപ്പാച്ചിൽ എന്ന് പറയാൻ വേണമെങ്കിട്ടാ. എല്ലാ വീട്ടിലെ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാ രാവിലത്തെ ഓട്ടം. അതൊരു വല്ലാത്ത ഓട്ടം തന്നെയാ. പക്ഷെ അതൊന്നും കാണാൻ വീട്ടിലുള്ളവർക്ക് കണ്ണുണ്ടാവില്ല. പക്ഷെ നമ്മളിങ്ങനെ ഓരോ വീഡിയോകളൊക്കെ ഇടുമ്പോൾ മറ്റുള്ളവരെ വീഡിയോകൾ കാണുമ്പോഴും അപ്പോഴാണ് നമുക്കറിയാം, ഓ അവര് എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. എനിക്കുണ്ടല്ലോ മറ്റുള്ളവരുടെ ഡേ ഇൻ മൈ ലൈഫ് കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷാണ്. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോ. എന്തായാലും എനിക്ക് ഇത്തിരി ഓട്ടം കൂടുതലാണ് ട്ടോ ഇപ്പൊ ഈ ഇടയായിട്ട്. നമ്മള് വീട്ടിലേക്ക് കടയിലേക്കൊക്കെ പോണ കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഓടിപ്പാച്ചിലാണ്. അതൊക്കെ കഴിഞ്ഞ് ദേ നമ്മുടെ ചെടി നനയും അടുക്കളപ്പണിയും അലക്കലും തുടയ്ക്കലും വാരലും ഒക്കെ കഴിയാന്ന് പറയുമ്പോ ഒത്തിരി മെനക്കെടുള്ള പണി തന്നെയാണ്. ദേ അപ്പോഴത്തേക്കും മക്കളെ സ്കൂളിൽ വിടണം, അവരെ തല കെട്ടി കൊടുക്കണം. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ നേരം ഉണ്ടാവില്ല. ഒന്നാമതേ നമുക്ക് തിരക്കാണ്. അതിന്റെ ഇടയിൽ മക്കള് കുറച്ച് അല്ലറ ചില്ലറ പണികൾ കൊണ്ട് വരികാന്ന് പറയുമ്പോണ്ടല്ലോ ഇത്തിരി മെനക്കെട് കൂടുതലാണ് ട്ടോ. ഈ ഇടയായിട്ട് ഇപ്പൊ പാറുക്കുട്ടിക്ക് ജില്ലാ തലത്തിലേക്ക് എക്സിബിഷന് പോകാനായിട്ട് സെലക്ഷൻ ഉണ്ട്. അപ്പൊ അവൾക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കലും സഹായിക്കലൊക്കെ ആയിരുന്നു. പാറുക്കുട്ടിക്ക് എന്തോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ട്ടോ. എല്ലാ കൊല്ലം അവൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ജില്ലയിലേക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം എന്തായാലും അവൾക്ക് ജില്ലയിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് അവളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പൊ ദേ അതൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടാ. കുറച്ചൊക്കെ അവള് സ്കൂളിൽ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുടക്കായ കാരണം ടീച്ചർ വീട്ടിലേക്ക് കൊടുത്തു വിട്ടതാണ്. വീട്ടിലിരുന്ന് കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ദേ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വണ്ടി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ നമുക്ക് അടിച്ചുവാരൽ അങ്ങോട്ട് നടത്താന്ന് വിചാരിച്ചു. അപ്പത്തേക്കും ദേ വണ്ടി വന്ന് പിന്നെ ഞാൻ ഓടി അവളെ വണ്ടിയിൽ കയറ്റി വിട്ട് അങ്ങനെ ദേ നമ്മളുടെ ഇവിടുത്തെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് ഒതുക്കലും പറക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിത് അടുത്ത പണി സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഈ പണി സ്ഥലം എന്ന് പറയുന്നത് എന്റെ വീടാണ് ട്ടാ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോകളൊക്കെ എടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് എല്ലാവർക്കും വയ്യായ്ക ഉള്ള കാരണം ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ അത് കാരണം ഞാൻ എന്റെ ഇന്നത്തെ കുറച്ച് പണികളിലേക്ക് അങ്ങോട്ട് നീങ്ങി. ഞാൻ രണ്ടു ദിവസമായിട്ട് നേരം വൈകിട്ടാണ് വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് 2, 3, 4 പെട്ടികള് സ്റ്റോക്ക് വന്നിട്ടുള്ളത് പൊട്ടിക്കാനും അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് വീഡിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്റെ തിരക്കുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ എന്റെ ഈ കുഞ്ഞു തിരക്കുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.